ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ്. സാധാരണ നമ്മൾ PSC ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയയാണ്. അതിപ്പം ഏത് ലെവൽ എക്സാം എഴുതുന്നവർക്കാണെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയയാണ്. കേരളത്തിലെ നദികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടുതൽ നമ്മൾ ചോദിച്ച് കണ്ടിരിക്കുന്നത് പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലക്കുടി പുഴ, ചാലിയാറ് എന്നീ നദികളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മുൻവർഷ പരീക്ഷകളിലൊക്കെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് ഓൾറെഡി ലെച്ചൂസ് എഡ്യൂ ടിപ്സിന്റെ ഈ ഒരു ചാനലിനകത്ത് നമ്മളെ കേരളത്തിലെ നദികളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, അതായത് എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ആ ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആവശ്യം ഉള്ളവർക്ക് ആ ക്ലാസ്സുകൾ കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ലെച്ചൂസ് എഡ്യൂ ടിപ്സ് ആ സെർച്ച് ബാറിന്റെ അവിടെ ലെച്ചൂസ് എഡ്യൂ ടിപ്സ് സെർച്ചിന്റെ അവിടെ ക്ലിക്ക് ലെച്ചൂസ് എഡ്യൂ ടിപ്സ് സെർച്ച് ചെയ്യുക. അതിനോടൊപ്പം കേരള ജോഗ്രഫി എന്ന് അടിച്ചാല് കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഒന്നൊന്നിനും മെച്ചമായിട്ട് ക്ലാസ്സുകളാണ്. അത് ഞാൻ തന്നെ പറയണമെങ്കിൽ എന്നെ പൊക്കി പറയുന്നതല്ല, ഞാൻ അത്രയും ആ ക്ലാസ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ക്ലാസ് വേണ്ടവര് അത് നോക്കിക്കോണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ക്യാപ്സൂൾ പരുവത്തിനാണ് നദികളുടെ ഈ ഒരു ക്ലാസ് തരുന്നത്. കേരളത്തിലെ നദികളെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറാണ്. അപ്പൊ നദികൾ പഠിക്കുമ്പോൾ നിങ്ങൾ നദികളുടെ നീളം പഠിക്കണം. പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ ആണ്. പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മലകളാണ്. PSC ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. പെരിയാറിന്റെ നീളം ചോദിച്ചിട്ടുണ്ട്, പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ചോദിച്ചിട്ടുണ്ട്, പെരിയാറിന്റെ പതനം ചോദിച്ചിട്ടുണ്ട്, വേമ്പനാട് കായൽ. അതുപോലെ പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാറ്. ഇത് PSCയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയും പെരിയാറ് തന്നെയാണ്. അപ്പൊ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയാണ് പെരിയാറ്. ചൂർണി എന്നുള്ളതാണ് പെരിയാറിന്റെ പ്രാചീന നാമം. ഈ ചൂർണി എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ള കാര്യമൊക്കെ എന്റെ ഓൾഡ് ക്ലാസ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പഴയ കുട്ടികൾക്ക് അറിയാം. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്. യൂട്യൂബ് എടുത്തിട്ട് സെർച്ചിന്റെ അവിടെ ലെച്ചൂസ് എഡ്യൂ ടിപ്സ് എന്ന് സെർച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ കേരള ജോഗ്രഫി ക്ലാസ് അടിച്ചാല് നമ്മുടെ കേരള ജോഗ്രഫിയുടെ എല്ലാ ക്ലാസ്സും കിട്ടും. കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇനി ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയാണ്. അതുപോലെ PSCയുടെ മുൻവർഷ ചോദ്യമാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? പെരിയാർ തന്നെയാണ്, അല്ലെ? അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദിയും കൂടി പെരിയാറാണെന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാർ തന്നെ. ഇപ്പൊ പെരിയാർ പഠിക്കുമ്പോൾ പെരിയാറിന്റെ നീളം പഠിക്കണം, ഉദ്ഭവം പഠിക്കണം, പതനം പഠിക്കണം, പ്രാചീന നാമമായിട്ടുള്ള ചൂർണി പഠിക്കണം, ശങ്കരാചാര്യർ കൊടുത്തിരിക്കുന്ന പേരായ പൂർണ്ണ പഠിക്കണം, കേരളത്തിന്റെ ജീവരേഖയാണെന്ന് ഓർത്തു വെക്കണം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണെന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ എന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി അടുത്തത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ 209 കേട്ടോ. ഇവിടെ 29 വന്നിട്ടുള്ളൂ. സോറി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 209 കിലോമീറ്റർ ആണ് എന്താ ഭാരതപ്പുഴയുടെ നീളം. 29 അല്ല, 209 ആണ്. മിസ്റ്റേക്ക് ആണ്. ഒന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തോണം കേട്ടോ. ഇപ്പൊ ഭാരതപ്പുഴ 209 കിലോമീറ്റർ. ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ആനമലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മല. പെരിയാറിന്റെ പതനം വേമ്പനാട് കായൽ. ഭാരതപ്പുഴയുടെ പതനം അറബിക്കടൽ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. അതുപോലെ തന്നെ പേരാർ, നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് കേരളത്തിന്റെ നൈൽ, പേരാർ, നിള, പൊന്നാനിപ്പുഴ. നമുക്കറിയാലേ നിളയുടെ കവി, നിളയുടെ കഥാകാരൻ, നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P. കുഞ്ഞിരാമൻ നായർ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. നിളയുടെ കഥാകാരനായ MT വാസുദേവൻ നായർ. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പതനസ്ഥാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിള എന്നറിയപ്പെടുന്ന നദി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ നൈല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മറ്റൊരു മുൻവർഷ ചോദ്യം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ച പേര് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ശോകനാശിനി പുഴ. ഓരോ പുഴയും പഠിക്കുമ്പോൾ ഇതുപോലുള്ള പേരുകൾ മാറിപ്പോരുത്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചത് പെരിയാറിനെ. അതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ഭാരതപ്പുഴയെ. മറക്കല്ലേ കേട്ടോ.
ഇനി അടുത്തത് പമ്പാ നദിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പമ്പയുടെ നീളം എന്ന് പറയുന്നത് 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്റർ. പമ്പ ഉദ്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. പമ്പയുടെ ഉദ്ഭവം പുളിച്ചിമല. പമ്പയുടെ പതനം എന്ന് പറയുന്നത് വേമ്പനാട് കായലാണ് കേട്ടോ. ഞാൻ നമ്മുടെ പഴയ ക്ലാസ്സിലെ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളൊക്കെ ഒരു കോഡ് വെച്ച് എഴുതി പറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നീട് ആ കോഡൊക്കെ ആരൊക്കെയോ എടുത്തോണ്ട് പോയി. വേറെ ആരുടെയോ കോഡ് പോലെ എനിക്ക് തോന്നുന്നത്. ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോഡായിരുന്നു. അതൊക്കെ പഴയ ക്ലാസ്സിലുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് നോക്കണം കേട്ടോ, പുതിയ പിള്ളേര്. അപ്പൊ പമ്പയുടെ ഉദ്ഭവസ്ഥാനം പുളിച്ചിമല, പമ്പയുടെ പതനം വേമ്പനാട് കായൽ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ട നദിയാണ് ഇത് പമ്പ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി പമ്പ. അതുപോലെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? പമ്പാ നദിയാണ്. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. അപ്പൊ ഓർത്ത് വയ്ക്കുക, കേരളത്തിന്റെ ജീവരേഖ പെരിയാറ്, തിരുവിതാംകൂറിന്റെ ജീവരേഖ പമ്പ. മാറിപ്പോയില്ല കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 നദികള് ഒരു ക്യാപ്സൂൾ പരുവത്തിന് പഠിച്ചെടുക്കുവാണ്. അടുത്തത് ചാലിയാറ്. 169 കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം. ഓക്കെ, 169 കിലോമീറ്റർ. ചാലിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇളമ്പലേരി കുന്നുകളാണ്. ഇളമ്പലേരി. ഓക്കെ, ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചാലിയാർ പതിക്കുന്നത് അറബിക്കടലില്, പെരിയാർ പതിക്കുന്നത് വേമ്പനാട് കായലില്, ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലില്, പമ്പ പതിക്കുന്നത് വേമ്പനാട് കായലില്, ചാലിയാർ പതിക്കുന്നത് അറബിക്കടല്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ ഇത് മനസ്സിലിരിക്കും കേട്ടോ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദിയാണ് ഏത്? ചാലിയാറ്. നെക്സ്റ്റ് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത് 145.5 കിലോമീറ്റർ ആണ്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മളൊരു ആനമല കണ്ടല്ലേ? എവിടെയാണെന്നൊന്ന് കമന്റ് ചെയ്തേ. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ. ഉദ്ഭവസ്ഥാന ആനമല. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. അതുപോലെ നമുക്കറിയാം ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. കേരളത്തിൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ഇത്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം, അതുപോലെ തന്നെ മത്സ്യസമ്പത്തില് വൈവിധ്യം ഉള്ള നദിയും ഏതന്നെയാണ്? ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തിന്റെ കാര്യത്തിൽ വൈവിധ്യവും ഉള്ള നദിയാണ് ചാലക്കുടി പുഴ. അപ്പൊ ഇവിടെ ഞാനിപ്പോ 5 നദികളാണ് പറഞ്ഞത്. പെരിയാറ് 244 കിലോമീറ്റർ പറഞ്ഞു. ഭാരതപ്പുഴ നമ്മൾ പറഞ്ഞു, എത്രയാണ്? 209 കിലോമീറ്റർ പറഞ്ഞു. പമ്പ 176 കിലോമീറ്റർ. ചാലിയാർ 169 കിലോമീറ്റർ. ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ. ബാരിസ് എന്ന് പണ്ടറിയപ്പെട്ട നദി പമ്പ. ചൂർണി എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ട നദി, പ്രാചീന കാലത്ത് അറിയപ്പെട്ട നദി പെരിയാറ് അല്ലെ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. അതുപോലെ നിള എന്നറിയപ്പെട്ടത് ഭാരതപ്പുഴയാണ്. ഇങ്ങനെ തിരിച്ചും മറിച്ചും പഠിക്കുമ്പോൾ ഇത് നല്ല സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇത് പഠിക്കുക.